An object of mass m moves to the right with speed v. It collides head-on in a perfectly inelastic collision with an object twice the mass but half the speed moving in the opposite direction. And what is the speed of the combined mass after collision? So നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ perfectly inelastic collision എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അത് കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലിങ്ക് ഇടാം. You can go to that video and watch it. So in a perfectly inelastic collision, the kinetic energy of the system is not conserved. അല്ലേ? അപ്പം സിസ്റ്റത്തിന് കുറച്ച് കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നു. സിസ്റ്റത്തിന് കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്ന ഏതൊരു കൊളിഷനെയും നമ്മൾ ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻ എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കൊളൈഡിങ് ബോഡീസ് സ്റ്റിക്ക് ടുഗെദർ ആഫ്റ്റർ കൊളിഷൻ ഇൻ എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇപ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിലെ ഹൈലൈറ്റ് അതാണ്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളും കൈനറ്റിക് എനർജി നഷ്ടപ്പെടുക മാത്രമല്ല ദേ സ്റ്റിക്ക് ടുഗെദർ ആഫ്റ്റർ കൊളിഷൻ. അതായത് ഇപ്പോൾ രണ്ട് ബോൾസ് ആണ് വന്ന് കൊളൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കൊളിഷൻ ദേ വിൽ സ്റ്റിക്ക് ടുഗെദർ ആസ് എ സിംഗിൾ ബോൾ ആൻഡ് മൂവ് വിത്ത് എ കോമൺ വെലോസിറ്റി. ചിലപ്പോൾ ഇത് രണ്ടും റെസ്റ്റിലേക്കും വന്നേക്കാം, പക്ഷേ രണ്ടിൻ്റെയും വെലോസിറ്റി സെയിം ആയിരിക്കും ആഫ്റ്റർ കൊളിഷൻ. ഓക്കെ, അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ്റെ കേസ്. അപ്പം നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. An object of mass m moves to the right with a speed v and it collides head-on in a perfectly inelastic collision with an object twice the mass but half the speed moving in the opposite direction. Okay, ഇനി നമുക്കിതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കാം. An object of mass m is moving to the right with speed v and ഇത് കൊളൈഡ് ചെയ്യുന്നത് ഒരു 2m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആൻഡ് അതിൻ്റെ സ്പീഡ് എത്രയാണ്? v/2. അതായത് ഈ ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ പകുതി സ്പീഡ് രണ്ടാമത്തെ ഒബ്ജക്റ്റിനുള്ളൂ. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സോ ദിസ് ഇസ് ബിഫോർ കൊളിഷൻ. സോ ആഫ്റ്റർ കൊളിഷൻ എന്താണ് പറ്റുന്നത്? ആഫ്റ്റർ കൊളിഷൻ ദീസ് ടു ഒബ്ജക്ട്സ് സ്റ്റിക്ക് ടുഗെദർ. സോ സ്റ്റിക്ക് ടുഗെദർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോമൺ അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ മാസ് അപ്പോൾ എന്തായി? m പ്ലസ് 2m, ദാറ്റ് ഇസ് 3m ആണ് ഇതിൻ്റെ മാസ്. ആൻഡ് ഇതിന് എന്തെങ്കിലും ഒരു സ്പീഡുണ്ട്, നമുക്ക് അതിനെ vf എന്ന് വിളിക്കാം. ഇത് നമുക്ക് എന്താണെന്നറിയില്ല, vfൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ vf എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് കമ്പൈൻഡ് മാസ് നമുക്കറിയാം 3m ആണെന്ന്. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, ബട്ട് എന്താണ് കൺസേർവ്ഡ് ആയിട്ടുള്ളത്? ലീനിയർ മൊമെൻറ്റം ഇസ് സ്റ്റിൽ കൺസേർവ്ഡ്. Linear momentum is conserved. So this is the fact we'll use to solve this problem. അപ്പം കൊളിഷൻ പ്രോബ്ലംസ് വരുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾവേസ് യൂസ് ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ. സോ ഇതൊരു വളരെ പവർഫുൾ കോൺസെപ്റ്റ് ആണ്, നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാം. ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ പറയുന്നത് എന്താണ്? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. ഓക്കെ, നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. സോ വാട്ട് ഇസ് ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ? mv. ഇതാണ് ഈ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം ആൻഡ് ഇതിൻ്റെ മൊമെൻറ്റം എന്താണ്? പ്ലസ് മാസ് ടൈംസ് വെലോസിറ്റിയാണ് മൊമെൻറ്റം. അപ്പോൾ 2m ടൈംസ് വെലോസിറ്റി എന്താണ്? വെലോസിറ്റി മറക്കരുത്, അതിന് ഡയറക്ഷനും കൂടെ ഉണ്ട്. അപ്പം ഈ ഡയറക്ഷൻ നമ്മളിവിടെ പോസിറ്റീവായിട്ട് എടുത്തു, പ്ലസ് v എന്നെടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം, ജസ്റ്റ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദിസ് ഇസ് -v/2. സോ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്ത് കിട്ടും? mv മൈനസ് mv ഈക്വൽ ടു 0. അതായത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ 0 ആണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ എന്ത് തന്നെ ആകണം? 0. സോ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 3m ഇൻറ്റു ഫൈനൽ വെലോസിറ്റി നമ്മൾ vf എന്ന് വിളിച്ചു. സോ ദിസ് ഷുഡ് ഓൾസോ ബി 0. വൈ? ബിക്കോസ് ഓഫ് മൊമെൻറ്റം കൺസർവേഷൻ. കാരണം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ 0 ആയതുകൊണ്ട് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ ഷുഡ് ഓൾസോ ബി 0. ഇതിൽ നിന്ന് എന്ത് കിട്ടി? ഫൈനൽ വെലോസിറ്റി ഓഫ് ദ കമ്പൈൻഡ് മാസസ് ഇസ് 0. അതായത് ഈ ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യില്ല. ആഫ്റ്റർ കൊളിഷൻ ഇവർ രണ്ടുപേരും കൊളൈഡ് ചെയ്യുന്നതും ഇത് സ്റ്റിക്ക് ചെയ്ത് ഒരുമിച്ച് റെസ്റ്റിലിരിക്കും. ദ ഫൈനൽ വെലോസിറ്റി ഇസ് 0. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് എ, 0.